വാർത്തകളിലേക്ക് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും പ്രതി ചേർത്തു. ശ്രീകോവിലിലെ വാതിൽപ്പടി മോഷണത്തിൽ എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 8ാം പ്രതി. ഒറ്റുതിരിഞ്ഞാക്രമിക്കാനാണ് ശ്രമമെന്ന് എ പത്മകുമാർ കേരള വിഷൻ ന്യൂസിനോട്. എന്തായാലും ഒറ്റതിരിച്ചാക്രമിക്കാനും ഇങ്ങനെയുണ്ടായ സംഭവങ്ങളിൽ ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റതിരിച്ചാക്രമിക്കുന്ന അവസ്ഥയാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ കണക്കെടുപ്പ് തുടരുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയും ഹാജരായില്ല. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെ സംശയിച്ച് വിജിലൻസ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ലെന്ന് കരുതാനാകില്ല. 2019 ഭരണസമിതിയുടെ നിർദ്ദേശമോ സമ്മർദ്ദമോ ഉണ്ടായെന്ന് സംശയം. ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കരുതാനാകില്ലെന്നും റിപ്പോർട്ടിൽ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണത്തിന് EDയും പ്രാഥമിക പരിശോധന തുടങ്ങി. ഓപ്പറേഷൻ നുങ്കോറിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനായി കസ്റ്റംസിന് അപേക്ഷ നൽകി നടൻ ദുൽഖർ സൽമാൻ. നീക്കം ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ കൂടുതൽ പിടിച്ചെടുക്കാൻ ഒരുങ്ങി കസ്റ്റംസ്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. പേരാമ്പ്ര DYSP അടക്കമുള്ളവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനം. പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി LDF. UDF പ്രതിഷേധ യോഗത്തിനിടെ നടന്ന സംഘർഷത്തിൽ 325 പേർക്കെതിരെ കേസ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ താലിബാന്റെയും പാകിസ്ഥാന്റെയും സുരക്ഷാ സേനകൾ ഏറ്റുമുട്ടി. പാകിസ്ഥാൻ സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി താലിബാൻ. 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. തിരിച്ചടിച്ചെന്ന് പാകിസ്ഥാൻ. ഗസയിലെ ഇസ്രായേൽ ബന്ധികളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്ന് ഹമാസ്. കരാറിന്റെ ഭാഗമായി 2000-ഓളം ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ. ഗാസ സമാധാന ഉച്ചകോടി നാളെ ഈജിപ്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പങ്കെടുക്കും. ട്രംപിന് നന്ദി പറഞ്ഞ് ടെൽ അവീവിൽ കൂറ്റൻ റാലി. എറണാകുളം കോതമംഗലത്തെ 23-കാരി ജീവനൊടുക്കിയതിന് കാരണം ലവ് ജിഹാദ് അല്ലെന്ന് കുറ്റപത്രം. പെൺകുട്ടി ജീവനൊടുക്കിയത് പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിൽ. കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥ പ്രകാശനത്തിന് തയ്യാർ. ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ 3 കണ്ണൂരിൽ. മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. പ്രസാധകർ മാതൃഭൂമി ബുക്സ്.